എൻ്റെ അറിവിൽ ഈ പറഞ്ഞ സംഭവം നേരെ തിരിച്ചടക്കാൻ സാധ്യത. ബ്രദറിനിട്ട് അടിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. കച്ചപ്പുള്ളിനെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബ്രദറിനെ അടിക്കുന്നത് ഞാൻ കണ്ട കാര്യം പറയുന്നത്. ഇവൻ അവിടെ ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് കൂടുമ്പോഴും ബ്രദറിനെ അടിച്ചിട്ടുണ്ട്. അതിനും സ്റ്റാഫുകളൊക്കെ സാക്ഷികളുണ്ട്. വേണമെങ്കിൽ ഞാൻ ഹാജരാക്കാം, കാണിച്ചുതരാം. ബൈബിളിൽ പറയുന്ന ഒരു വാചകം കോട്ട് ചെയ്ത് ജിജി എപ്പോഴും സംസാരിക്കാറുണ്ട്, അതായത് ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം. അതെ, ഒരു അച്ഛനെ ഇവരോട് വളരെ ഇഷ്ടമുള്ളൊരു അച്ഛൻ. ആ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ നിന്ന് ചേച്ചി എന്താ തെറി പറഞ്ഞ് എന്നെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട് ആൾക്കാരുടെ പുറകിൽ നിൽക്കാം. അപ്പോൾ അച്ഛൻ വന്ന് എൻ്റെ തോളത്ത് കഴിയിട്ടിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആൾക്കാരെ കയറുന്ന എല്ലാവരും കർത്താവാന്ന് നീ കരുതരുത്, അതിലും ചില സത്താന്മാർ ഉണ്ട്, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ വെച്ചാൽ നമ്മൾ ആൾക്കാരെ കയറി പ്രസംഗിക്കുന്നതുകൊണ്ട് എല്ലാവരും കർത്താവിനെ പോലെ ഒന്നും ആയിന്ന് വരില്ല. അവൻ്റെ ഉള്ളിലും ഒരു സാത്താനുണ്ട്, അതായിരിക്കും പല സമയത്തും പ്രവർത്തിക്കുക എന്നുള്ളത്. ഈ ജിജി മാരിയോ ബ്രദർ പ്രശ്നം തീരാൻ അജ്മൽ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു, അജ്മൽ അതിന് വില്ലിംഗ് ആണോ? ഞാൻ വില്ലിംഗ് ആണ്, പക്ഷേ ബ്രദർ പറയണം. അല്ലെങ്കിൽ ബ്രദർ പറയുക പോലും വേണ്ട, ചേച്ചി ഈ പറഞ്ഞ ലെവലിൽ പ്രൂഫ് കാണിക്കണം. അതായത് ഈ അജ്മൽ ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അവർ ഓരോരുത്തരും കൊടുത്ത പൈസയ്ക്ക് ഇവർ ഇത് മേടിച്ചിട്ടുണ്ട്. അതായത് ഈ കമൻ്റ് ഇടുന്ന വ്യക്തികളെ നേരിട്ട് ചോദിക്കുക അവരോട്, ജിജി മാരിയോ ഇങ്ങനെ ഒരു ബിൽഡിംഗ് മേടിച്ചിട്ടുണ്ടെന്നുള്ളത് അവർ പറഞ്ഞു. 35 ലക്ഷം രൂപ എന്നും പറഞ്ഞു. ഈ 35-ൽ 10 ലക്ഷം അവർ കൊടുത്തു എന്ന് പറയുന്നത് ഈ 10 ലക്ഷം കൊടുത്തതിൻ്റെ സോഴ്സ് എന്താണ്? ഇത് 35 ലക്ഷം രൂപയ്ക്ക് അങ്ങനെ ഒരു ബിൽഡിംഗ് കിട്ടില്ല എന്നുള്ളത് അത് പോയി ഒന്ന് ആദ്യം ചിന്തിക്കണം. ഇനി അതല്ലാത്ത കാര്യം ബാക്കി കൊടുത്ത പൈസ എവിടുന്ന് എങ്ങനെ എപ്പോൾ കിട്ടി എന്നുള്ളത് അവർ പറയണം. അവരുടെ സ്റ്റേറ്റ്മെൻറ്റും അവർ കാണിച്ച് റെഡിയാണ്. ഇത് ജനങ്ങളുടെ പൈസ അല്ലേ, ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുത്ത. ഇപ്പോൾ അതിൽ ഞാൻ എന്തിനാ നീ സംസാരിക്കുന്നത്, അത് അവരുടെ വിഷയമല്ലെന്ന് ചോദിക്കുന്നവരും പറയട്ടെ. ആ സംഘടന തുടങ്ങിയത് ഞാനല്ലേ, അതിൻ്റെ പേപ്പർ വർക്കുകളെ പുറകെ ഓടിയത് ഞാനല്ലേ, ഇങ്ങനൊരു പരിപാടി ഞാൻ കാരണമല്ലേ ഈ ലെവലിലേക്ക് എത്തിയത്. കാരണം ഫസ്റ്റത്തെ വീട്, അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ സുലോചന എന്ന് പറയുന്നൊരു ആൾക്ക് വേണ്ടിയിട്ട് പുത്തൻചെറിയിൽ ഇവിടെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വർക്ക് നടത്തിയത് ഞാനാണ്. ഇവർക്ക് വേണ്ട സോഷ്യൽ മീഡിയയിൽ വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത് ഞാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്.